മൂന്നാറിൽ 2 സ്കൂൾ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച പ്രതികൾ പിടിയിൽ. തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശികളായ ശരവണൻ, 17 വയസ്സുകാരൻ എന്നിവരാണ് പിടിയിലായത്. രാഹുൽ വിജയൻ ഇടുക്കി. രാഹുൽ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സുഹൈലെ, കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് ഈ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനികളായ പെൺകുട്ടികൾ പീഡനത്തിന് ഇരയായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട 2 യുവാക്കളാണ് ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചത്. ഈ പെൺകുട്ടികൾ മൂന്നാറിലൊരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ്. അവർ ശനി ഞായർ വീട്ടിൽ പോയി തിങ്കളാഴ്ച വീണ്ടും സ്കൂളിലേക്ക് വന്നു. ഹോസ്റ്റലിൽ പോവുകയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ അവർ ഹോസ്റ്റലിലേക്ക് പോയിരുന്നില്ല. 2 ദിവസത്തിന് ശേഷമാണ് ഇവർ ഇത്തരത്തിൽ ഈ ആൺകുട്ടികളുടെ വലയിൽ വീണു എന്നുള്ള വിവരം സ്കൂൾ അധികൃതർക്ക് മനസ്സിലാകുന്നത്. പിന്നീട് കൗൺസിലിംഗ് നടത്തി. അതിനുശേഷം അടിമാലി പോലീസിന് സ്കൂൾ അധികൃതർ പരാതി നൽകുകയായിരുന്നു. അതിനുശേഷം സംഭവം നടന്ന മൂന്നാർ പരിധിയിലായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വിവരം കൈമാറുകയും ചെയ്തു. ഒരു കുട്ടി ഈ പീഡിപ്പിച്ച അല്ലെങ്കിൽ ഈ പ്രതികളായിട്ടുള്ള 2 പേരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. 17 വയസ്സ് മാത്രമേ ഉള്ളൂ. ഒരാൾ സുരേഷ് എന്ന് പറയും, ഡിണ്ടിഗൽ സ്വദേശിയാണ്. ശരവൺ എന്ന് വിളിക്കുന്ന സുരേഷാണ് പ്രധാന പ്രതി. ഇവർ ഡിണ്ടിഗൽ സ്വദേശികളാണ് 2 പേരും. അവർ മൂന്നാറിലെത്തി ലോഡ്ജ് മുറിയെടുത്തതിന് ശേഷമായിരുന്നു പെൺകുട്ടികളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പീഡനം നടത്തുകയും ചെയ്തത്. എന്തായാലും 2 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ തുടർ നടപടികൾക്ക് വേണ്ടി ബന്ധുക്കളെ വിളിച്ചു വരുത്തും എന്നുള്ളതാണ് പറയുകയും ചെയ്തിട്ടുള്ളത്. ശരി, പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതി അടക്കം 2 പേരാണ് സ്കൂൾ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കേസിൽ പിടിയിലായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.